നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോണത് ഒരു അച്ചാറാണ്. സാധാരണ നമ്മൾ മാങ്ങ, നാരങ്ങ, ഇഞ്ചി, പാവയ്ക്ക ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല പല അച്ചാറുകൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ തക്കാളി കൊണ്ട് അച്ചാർ ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്ന് തക്കാളി കൊണ്ട് എങ്ങനെ അച്ചാർ ഇടുന്നതെന്നൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മളൊരു 1/2 കിലോ തക്കാളിയാണ് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുകയാണ്. ജലാംശമൊക്കെ മാറ്റി നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുകയാണ്. നല്ല പഴുത്ത തക്കാളി വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. തക്കാളി കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇത് നമ്മൾ കറിക്ക് എടുക്കുമ്പോഴും ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എത്രത്തോളം ചെറുതാക്കി അരിയുക അത്രത്തോളം ചെറുതാക്കി അരിഞ്ഞെടുത്തുള്ള. നമ്മൾ ഇതേപോലെ ചെറുതായിട്ടാണ് ചരിച്ചാണ് അരിഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇന്ന രീതിയിൽ അരിയണമെന്നൊന്നുമില്ല, നമ്മൾ അരിഞ്ഞെടുക്കുക. അപ്പൊ തക്കാളി അച്ചാർ ഇട്ടിട്ടില്ലാത്ത ആളുകൾ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ തക്കാളി അച്ചാറിട്ടോ. അച്ചാറിട്ടതിന് ശേഷം നമ്മൾ നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ചില്ല് കുപ്പിക്കകത്താക്കി വെച്ചാൽ നമുക്കിത് മാസങ്ങളോളം സൂക്ഷിക്കാം. ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി വെച്ചാൽ ചോറ് കൊണ്ടുപോകാനൊരു കറി കൂടെയാകും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. തക്കാളി എല്ലാം നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വെന്തലിഞ്ഞ് ചേരേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഏത് രീതിയിൽ വേണേലും ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ എല്ലാ അച്ചാറുകൾക്കും എടുക്കുന്നത് പോലെ കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. കാന്താരിക്ക് പകരം പച്ചമുളക് വേണേലും നമുക്ക് ചേർക്കാം. അപ്പൊ നമുക്ക് ഇച്ചിരി കാന്താരി ഉള്ളത് കൊണ്ട് നമ്മൾ കാന്താരി എടുത്തതാണ്. ഇനി ഇപ്പൊ നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. നല്ലെണ്ണയിലാകുമ്പോൾ നമുക്കിത് മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. നമ്മൾ ഇതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒരു അല്പം കൂടുതൽ വേണം, അത് കാരണം നമ്മൾ ഇച്ചിരി കൂടുതൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അല്പം ഉലുവ ഇട്ട് കൊടുക്കുക. കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി തീരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചധികം വെളുത്തുള്ളി ഉണ്ട്. നമ്മൾ വെളുത്തുള്ളി അച്ചാറുകൾക്കൊക്കെ കൂടുതൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി വരട്ടെ, നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി ഒരു പകുതി മൂപ്പായി വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ജലാംശം നന്നായിട്ട് വറ്റണം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കേടായി പോകും. ഇനി ഇതിലേക്ക് കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കാന്താരി എല്ലാം ഞാനൊന്ന് കുത്തിയിട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇത് കുത്തിയിട്ടുള്ള കാരണം ഇപ്പോൾ പൊട്ടിത്തെറിക്കത്തില്ല. കാന്താരി ഇല്ലാത്ത ആളുകൾ വിഷമിക്കേണ്ട, പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ എടുക്കുന്ന തക്കാളിയുടെ അനുസരിച്ച് എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്തോട്ടോ, ഒരു കുഴപ്പമില്ല. എന്തിനു വേണ്ടി കറിവേപ്പില കിട്ടും അത്രയും കറിവേപ്പില ചേർത്തോളുക. കറിവേപ്പിലയും കഴുകി വെച്ചത് കാരണം അതിനകത്ത് ജലാംശമുണ്ട്. ആ ജലാംശം ഒന്ന് വറ്റട്ടെ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ വിനാഗിരി വെള്ളത്തിലോ നന്നായിട്ട് കഴുകിയെടുക്കുക. അതുപോലെ വീടുകളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ചിലന്തിയൊക്കെ നന്നായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പം മഞ്ഞുകാലം ആകുമ്പം ഇതിൻ്റെയൊക്കെ താഴെ ചിലന്തി കൂട്ടും. അപ്പം വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ എടുക്കാൻ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടി നമ്മൾ പൊടിച്ചതാണ്, മിക്സഡ് ആണ്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ.
കിടിലനാണ് കേട്ടോ ഇത്. ഇതുപോലൊരു അച്ചാർ നിങ്ങൾ എങ്ങും കൂട്ടി കാണില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഞങ്ങൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൂട്ടിയതാണ്. അപ്പോൾ അവരോട് ചോദിച്ചാണ് നമ്മൾ ഈ റെസിപ്പി മനസ്സിലാക്കിയത്. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെന്ത് തക്കാളിയിലെ വെള്ളം എല്ലാം വറ്റണം. അതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അച്ചാർ തയ്യാറാക്കുമ്പോൾ മൂടി വെച്ച് വേവിക്കരുത്, നമ്മൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ നീരാവി വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വീഴും. അപ്പോൾ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് കാരണം നമ്മൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഉപ്പും കായപ്പൊടിയൊക്കെ നമുക്ക് പുറകെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. പൊളിയ മക്കളെ ഈ അച്ചാർ. ഇപ്പം ഇത് ഇങ്ങനെ ആയി വന്നപ്പോൾ തന്നെ നല്ല ഒരു വാസനയാണ് കേട്ടോ. നമ്മൾ മറ്റുള്ള അച്ചാർ ഇടുന്ന കണക്കല്ല, സൂപ്പറാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും. തക്കാളി വെന്തിട്ടുണ്ട്, പക്ഷെ വെന്താ പോരല്ലേ, ഇതിൻ്റെ ജലാംശം വറ്റി തീരണം. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തലിഞ്ഞ് ചേരണം. ഈ തക്കാളി അച്ചാറുണ്ടല്ലോ, ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചമ്മന്തിക്ക് പകരം നമുക്ക് സൈഡായിട്ട് വെച്ച് കൂട്ടാവുന്നതാണ്. ഇതൊക്കെ വെച്ച് നമ്മൾ ആഴ്ചകളോളം ഇരിക്കുമെന്ന് പറയും. പക്ഷേ അംഗങ്ങളുള്ള വീട്ടിൽ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ തീരും. ഇത് അച്ചാറിട്ട് വെച്ചിട്ട് അന്ന് ഉപയോഗിക്കരുത്, പിറ്റേ ദിവസം തൊട്ട് എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കണ്ടില്ലേ, നന്നായിട്ട് അത് വെന്തലിഞ്ഞ് അതിനകത്ത് തക്കാളിയിലുണ്ടായിരുന്ന ജലാംശം എല്ലാം വറ്റി തീർന്നു. പെട്ടെന്നല്ലേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. തക്കാളി ആയത് കാരണം നമുക്ക് ഒത്തിരി ഒഴിക്കേണ്ട, 2 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. വലിയ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതെല്ലാം ആയിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരല്പം ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂൺ ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇത് ലെവല് വേറെയാണ് മക്കളെ, അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് ഈ അച്ചാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പണി. അച്ചാർ റെഡിയാക്കി കഴിഞ്ഞു. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ശർക്കരയൊന്ന് അലന്ന് ചേർന്നോട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അടിപൊളിയാണ്, കിടിലിന്. അപ്പോൾ നമ്മുടെ അച്ചാർ, ഒരു കിടിലോ അച്ചാർ ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഈ അച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. താങ്ക് യു. ഈ അച്ചാർ നന്നായി തണുത്തതിന് ശേഷം, നന്നായി തണുക്കണം, നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചില്ല് കുപ്പിക്കകത്താക്കി സൂക്ഷിക്കാവുന്നതാണ്. 2-3 മാസത്തോളം ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ എടുക്കുമ്പോൾ എടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ജലാംശം ഒന്നും ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ എത്ര നാൾ വേണേലും നമുക്ക് ഇതുപോലെ അച്ചാറുണ്ടാക്കി വെച്ച് നമുക്ക് രാവിലെയുള്ള പ്രഭാത ഭക്ഷണത്തിനും ചോറ് കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കിടിലൻ അച്ചാറാണ് തക്കാളി അച്ചാർ.